നമസ്കാരം. രാജ്യം ഓപ്പറേഷൻ സിന്ദൂറിൽ തലയുയർത്തി നിൽക്കുമ്പോഴും ഇന്ത്യയുടെ പുറത്ത് മാത്രമേ ഭീകരവാദികൾ അഥവാ ചാരന്മാർ ഉള്ളൂ എന്ന് വിശ്വസിച്ച കേന്ദ്ര സർക്കാരിനും ഐബിക്കും റോയ്ക്കും ഒരു പിഴവ് സംഭവിച്ചു. കാരണം ഒറ്റുകാർ നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് തന്നെയാണ് ഉള്ളത്. നിലവിൽ ബ്ലോഗർമാരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് നമ്മുടെ രാജ്യത്ത്. ഇതിൽ ആരൊക്കെ പാകിസ്ഥാനിൽ പോയി എന്ന് നോക്കി ഒരു അന്വേഷണം നടത്തിയാൽ കൃത്യമായ ഒരു തെളിവ് കിട്ടും. കൂടാതെ മാധ്യമപ്രവർത്തകർക്കടക്കം പാകിസ്ഥാനിൽ നിന്നുമടക്കം പണം എത്തുന്നുണ്ട് എന്നൊരു സംശയം ഐബിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് NIA ഒരു അന്വേഷണവുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയതും ഒരു മാധ്യമപ്രവർത്തകനെ പിടികൂടിയതും. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാൻ ചാരന്മാർക്കായി NIA വലവിരിച്ചതോടെ ദുരൂഹ പശ്ചാത്തലമുള്ള കാശ്മീരി മാധ്യമപ്രവർത്തകൻ സയ്യിദ് നസാഖത്തും ഇന്ത്യ വിട്ടിരിക്കുകയാണ്. US എയ്ഡ് ഫണ്ടിൽ ഡൽഹിയിൽ നടത്തിയിരുന്ന ഡാറ്റ ലീഡ് സ്ഥാപനം പൂട്ടിക്കെട്ടിയാണ് സാഹദ് ഫിലിപ്സിലേക്ക് മുങ്ങിയത്. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം US എയ്ഡ് നിർത്തലാക്കിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച ഫാക്ട് ശാല പ്രോജക്റ്റും നടത്തിയിരുന്നത് സയ്യിദ് നസാഖാണെന്ന് NIA കണ്ടെത്തിയിട്ടുണ്ട്. ഫാക്ട് ശാല പ്രോജക്റ്റിന്റെ മറവിൽ മോദി വിരുദ്ധ പ്രചാരണത്തിന് മാധ്യമപ്രവർത്തകർക്ക് പരിശീലനവും പ്രതിഫലവും നൽകുകയായിരുന്നു. US എയ്ഡ് വഴി ഇന്ത്യയിൽ CIA അജണ്ട നടപ്പാക്കുകയായിരുന്നു ട്രംപ് എന്നാണ് തുറന്നടിച്ചത്. ഇന്ത്യയിൽ മാധ്യമപ്രവർത്തകരെ പാട്ടത്തിനെടുക്കാനുള്ള ജോർജ് സോറസിന്റെ പദ്ധതിക്ക് ചുക്കാൻ പിടിച്ച സയ്യിദ് ഡാറ്റ ലീഡ്സ് ഫണ്ട് ചെയ്തിരുന്നത് US എയ്ഡ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ തുടങ്ങിയവയിൽ നിന്നാണ്. ആ ഫണ്ടെല്ലാം തന്നെ കൈപ്പറ്റി ഇന്റർന്യൂസ് സ്ഥാപനമാണ്. ഡാറ്റ ലീഡ്സിന്റെ ഫാക്ട് ചെക്ക് പരിശീലന പരിപാടിയായ ഫാക്ട് ശാലയിൽ ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമപ്രവർത്തകർ മുതൽ പ്രാദേശിക മാധ്യമപ്രവർത്തകർ വരെ ഗുണഭോക്താക്കളായി. BJP വിരുദ്ധരായ അർബൻ നക്സൽ, ഇസ്ലാമിക തീവ്രവാദി, അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരെ തിരഞ്ഞുപിടിച്ചാണ് നസാഖിന്റെ ഫാക്ട് ശാല പരിശീലനം നൽകിയത്. മാധ്യമപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങൾക്കും സൗജന്യ ഡേറ്റയും കണ്ടന്റും എന്ന പേരിൽ രാജ്യവിരുദ്ധ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ഡാറ്റ ലീഡ്സ് പ്രഭവ കേന്ദ്രമായി മാറി. വിവിധ രാജ്യങ്ങളിലെ ബിസിനസ് സ്ഥാപനങ്ങൾക്കെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് ഓഹരി വിപണികൾ തകർക്കാൻ സോറോസ് ഫണ്ട് കൈപ്പറ്റി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് നെറ്റ്വർക്കിന്റെ ഏഷ്യ പസഫിക് പ്രതിനിധി കൂടിയാണ് നസാഖത്ത്. കാശ്മീരിലെ ശ്രീനഗർ സ്വദേശിയായ നസാഖത്ത് മുൻപ് സഹാറ, അതോടൊപ്പം തന്നെ ഏഷ്യ ന്യൂസ്, ദ വീക്ക് പ്രസിദ്ധീകരണങ്ങളിൽ ജോലി ചെയ്യവേ ഇന്ത്യ വിരുദ്ധ വാർത്തകളിൽ സ്പെഷ്യലൈസ് ചെയ്തിരുന്ന കണ്ടെത്തിയെന്നാണ് ഇന്റർന്യൂസ് സ്ഥാപനം ഡാറ്റ ലീഡ്സ് നടത്താനായി ചുമതലപ്പെടുത്തിയത്. സാമുദായിക സ്പർദ്ധയുണ്ടാക്കാൻ വ്യാജ വാർത്തകൾ പ്രചരിച്ചതിന് പലതവണ ജയിലിലായ ഓൾഡ് ന്യൂസ് ഉടമ മുഹമ്മദ് സുബൈറും ഡാറ്റ ലീഡ്സുമായി സഹകരിച്ചാണ് ഫാക്ട് ചെക്ക് പരിശീലനം സംഘടിപ്പിച്ചത്. ഡാറ്റ ലീഡ്സ് ആരംഭിച്ച ഫാക്ട് ശാല ആ പരിപാടിയുമായി ബന്ധപ്പെട്ട്, അതായത് ആ പരിപാടിയിലൂടെ മുഖ്യധാര ഓൺലൈൻ മാധ്യമങ്ങളെ നസാഖ് വലയിലാക്കി. US എയ്ഡ് നിലച്ചെങ്കിലും മറ്റു ചില രാജ്യാന്തര സ്രോതസ്സുകളിൽ നിന്നും ധനസമാഹരണം നടത്തി ഡാറ്റ ലീഡ്സ് പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. കേന്ദ്ര സർക്കാർ വിരുദ്ധ ഡേറ്റ മുഖ്യധാര അതോടൊപ്പം തന്നെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് സൗജന്യമായി നൽകിയിരുന്നത് ഡാറ്റ ലീഡ്സ് ആണ്. ചില പ്രോജക്റ്റുകളുടെ ഭാഗമായി റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾക്ക് പ്രതിഫലവും നൽകിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മാധ്യമപ്രവർത്തന മറവിൽ ചാരപ്രവർത്തനം നടത്തിയിരുന്നവർക്കെതിരെ NIA നടപടി തുടങ്ങിയ സാഹചര്യത്തിലാണ് നസാഖത്ത് ഫിലിംസിലേക്ക് പോയത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.